ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നീസ് ഗാർഡനിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ടെക്കോമ പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് ടെക്കോമ പ്ലാന്റ്. എന്താ വെച്ചാൽ നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റാണ്. ടെക്കോമേൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് ഒരു ചെടി നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. എന്താ വെച്ചാൽ ഇലകൾ കാണൂല, അത്തരത്തിലാണ് ഇതിൽ പൂക്കൾ വിരിയുക. കാണാൻ നല്ല ഭംഗിയാണ്. 4 കളറോളം ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ കമേലിയ പ്ലാന്റ് ആണ് കേട്ടോ. കമേലിയ പ്ലാന്റ് ഇതേപോലെ നമുക്ക് സ്പേസ് ഇല്ലാത്തവർക്ക് നമുക്ക് ഇതേപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇത്ര വലിപ്പം ഉണ്ടാവും നമ്മുടെ കമേലിയ പ്ലാന്റ്. ഒരു പ്ലാന്റിന് 150 രൂപയാണ്. അതുപോലെ തന്നെ നമ്മുടെ അച്ചുമെൻസിൻ്റെ ഒരു പുതിയ വെറൈറ്റീസ് ഇപ്പം നമുക്ക് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഹൈബ്രിഡ് പ്ലാന്റുമാണ്. നല്ല ഇതളുകൾ കൂടുതലുള്ള പ്ലാന്റാണ് കേട്ടോ. നമുക്ക് ഇതേപോലെ ഒരു പോട്ടിലൊക്കെ വെച്ച് നല്ല പോലെ സെറ്റാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ്. അച്ചുമെൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ചെടി നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10-12 കളറോളം അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഇപ്പോൾ നമുക്കൊരു തൈ നട്ടാൽ നമുക്ക് അതൊരു 3-4 മാസം ആകുമ്പോഴത്തേക്കും നമുക്ക് ആ പോട്ട് നിറയെ പ്ലാന്റ് ആക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പല ഷെയ്ഡുകളായിട്ടാണ് ഓരോ ഇതിലും വരുന്നത്. നല്ല കളറുകളും നല്ല ഫ്ലവറുകളുമാണ്. നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ അധികം മഴ നനയുന്നിടത്ത് വെക്കരുത്. ഒരു ഷെയ്ഡ് ഭാഗങ്ങളിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റാണ്. എന്താ വെച്ചാൽ ഒരു പ്രത്യേകത വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്. പോട്ട് നിറയെ ഉണ്ടാവുന്ന ചെടിയും കൂടിയാണ്. പിന്നെ അതുപോലെ നല്ല പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ ഇതിന് വളമായിട്ട് നമുക്ക് ഇടേണ്ടത് നമ്മുടെ ചാണകപ്പൊടിയോ ഈ ആട്ടുംകാട്ടം എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല പോലെ പൂക്കൾ വിരിയാൻ നമുക്ക് ഒരുപാട് സഹായിക്കും. പിന്നെ അത്യാവശ്യം വളങ്ങളും ഒരു മാസത്തിൽ 2 വട്ടോ 3 വട്ടമൊക്കെ വളം ഇട്ട് കൊടുത്താൽ ഒന്നുകൂടെ പൂക്കൾ അധികമായിട്ട് വിരിയും. കാണാൻ നല്ല ഭംഗിയാണിത്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. അച്ചുമെൻസ് എന്ന് പറഞ്ഞത് 12 കളറുണ്ട്. അടുത്തത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ. ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു 8 കളറോളം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. 480 രൂപയ്ക്കാണ് നമ്മൾ 8 കളറ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസ് സെയിം പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാ ചെടികളിലും പൂക്കളുള്ളതും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പോട്ടിലോട്ട് വെച്ച് വളർത്തിയെടുത്താൽ നമുക്ക് സെറ്റാക്കി വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ്. ആഫ്രിക്കൻ വയലറ്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നേരിട്ട് സൂര്യപ്രകാശം തട്ടരുത്. അങ്ങനെ നേരിട്ട് സൂര്യപ്രകാശം തട്ടിയാൽ ഇതിൻ്റെ ഇലകളൊക്കെ പൊള്ളച്ച് പെട്ടെന്ന് നാശമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വളർത്തുമ്പോൾ ഒന്നുമില്ലേ ഇൻഡോറിലോ ഷെയ്ഡ് ഭാഗങ്ങളിലൊക്കെ വെച്ച് വളർത്തിയാൽ മതി.